നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കലിഖോപൂൾ മരിച്ച നിലയിൽ. അരുണാചൽ മുൻ മുഖ്യമന്ത്രി കലിഖോപൂൾ മരിച്ച നിലയിൽ. ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിനിടയാക്കിയ സാഹചര്യം വ്യക്തമല്ല. അരുണാചലിൽ വിമത നീക്കത്തിന് നേതൃത്വം നൽകിയത് കലിഖോപൂൾ ആയിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മരണത്തിൽ അന്വേഷണം തുടങ്ങിയതായി അരുണാചൽ പോലീസ്. തട്ടിപ്പിന്റെ തിരക്കഥ തേടി. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര സംഘമെന്ന് സൂചന. ATM സെന്ററിൽ ഇലക്ട്രോണിക് ഉപകരണം സ്ഥാപിക്കുന്ന 3 വിദേശികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് SBI ATM വഴി നടന്ന ഹൈടെക് കൊള്ളയിൽ നഷ്ടമായത് 2.5 ലക്ഷത്തോളം രൂപ. 50ഓളം പേരുടെ അക്കൗണ്ടിൽ നിന്ന് ചോർത്തിയ പണം തട്ടിപ്പുകാർ പിൻവലിച്ചത് മുംബൈയിൽ നിന്ന്. ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെ ജാഗ്രതാ നിർദ്ദേശം. ATM കാർഡിന്റെ മാഗ്നറ്റിക് ടേപ്പിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങളും ക്യാമറയിൽ പകർത്തിയ പിൻ നമ്പറും ഉപയോഗിച്ചുള്ള തട്ടിപ്പ് സംസ്ഥാനത്ത് ഇതാദ്യം. പണം പിൻവലിച്ചത് മുംബൈയിൽ നിന്നായതിനാൽ അന്വേഷണം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച്. ATM സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തിരക്കിൽ ബാങ്കുകൾ. തൃശങ്കുവിലാകുന്ന തദ്ദേശം. പടിയിറങ്ങിയ മാണിയെ മടക്കി വിളിക്കാൻ ഉടനില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. മാണിക്കുരു കഴിക്കാൻ തൽക്കാലം ലീഗ് മധ്യസ്ഥ ശ്രമത്തിനില്ല. എന്നാൽ ഭാവിയിൽ ആ വഴിക്ക് ചർച്ചയുണ്ടാകില്ലെന്ന് പറയാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. ആര് വിളിച്ചാലും തിരിച്ചില്ലെന്ന നിലപാടിൽ മാണി. അതിനിടെ കോൺഗ്രസിന് സമ്മർദ്ദമേറ്റുന്നത് മാണി ഗ്രൂപ്പുമായുള്ള തദ്ദേശ ബന്ധത്തിലെ നിലപാട്. കേരള കോൺഗ്രസുമായി ഒരു തലത്തിലും ബന്ധം വേണ്ടെന്ന PP തങ്കച്ചന്റെ നിലപാട് അംഗീകരിച്ചാൽ തകരുന്നത് 5 ജില്ലകളിലെ UDF ഭരണം. കോട്ടയം ജില്ലയിൽ മാത്രം നഷ്ടമാകുന്നത് 40 പഞ്ചായത്തുകൾ. അതേസമയം ഭരണം പോയാലും മുന്നണിയെ വഞ്ചിച്ച മാണിയുമായി പ്രാദേശിക ബന്ധം വേണ്ടെന്ന നിലപാടുമായി ജില്ലാ ഘടകങ്ങൾ. നിർണായക തീരുമാനത്തിനായി നാളെ ചേരുന്ന UDF യോഗത്തെ ഉറ്റുനോക്കി നേതാക്കൾ. കടക്കണ്ണിൽ കാവിക്കൊതി. ഇരുമുന്നണികളുമായി സമദൂരം പ്രഖ്യാപിച്ച മാണിയുടെ ഉന്നം BJP ക്യാമ്പെന്ന അഭ്യൂഹം കേരള കോൺഗ്രസിൽ ശക്തം. പാർട്ടിയെ കാവി പുതപ്പിക്കാൻ മാണി തീരുമാനിച്ചാൽ കേരള കോൺഗ്രസിൽ വീണ്ടും പിളർപ്പെന്ന് തീർച്ച. PJ ജോസഫ് മാത്രമല്ല, മാണി ഗ്രൂപ്പിലെ പ്രമുഖരിൽ പലരും പാർട്ടി വിടുമെന്നും സൂചന. മുന്നണി വിടാനുള്ള കേരള കോൺഗ്രസ് തീരുമാനം ദഹിക്കാത്ത നേതാക്കൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സമവായ സാധ്യതാ ശ്രമത്തിൽ. മാണിക്ക് പ്രകോപനമുണ്ടാക്കാത്ത കോൺഗ്രസ് പ്രതികരണങ്ങൾക്ക് പിന്നിൽ ഇത്തരം നീക്കമെന്നും റിപ്പോർട്ട്. അശാന്തിയുടെ താഴ്വരയിൽ. കശ്മീരിൽ 1 മാസത്തിനു ശേഷവും തുടരുന്ന സംഘർഷാവസ്ഥയിൽ പരിഹാരം കാണാതെ കേന്ദ്രം. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കശ്മീർ സന്ദർശനം പൂർത്തിയാക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമില്ലാത്തതിൽ BJPക്ക് നേരെ രൂക്ഷ വിമർശനം. സൈന്യത്തിന്റെ വെടിയേറ്റ് ഇന്നലെ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഇതുവരെ മരണസംഖ്യ 55ആയി. കശ്മീർ സംഘർഷത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനത്തിലും പ്രതിപക്ഷത്തിന് അതൃപ്തി. പ്രശ്നപരിഹാരത്തിന് സർവകക്ഷി സംഘത്തെ അയച്ച് ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തണമെന്ന് കോൺഗ്രസും CPM-ഉം. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.